Good morning. Statistical Mechanics in the 4th chapter ആണ് Phase Transitions. ഈ ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്സ് phases, thermodynamic potentials, approximation, first order phase transition and Clapeyron equation. First of all, what is meant by phase or phase of matter? According to Gibbs, a phase is a state of matter that is uniform throughout, not only in chemical composition but also in physical state. ഫസ്റ്റ് നമ്മൾ ഫേസിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഫേസ് ഓർ ഫേസ് ഓഫ് മാറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗിബ്സിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇറ്റ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട് നോട്ട് ഓൺലി ഇൻ കെമിക്കൽ കോമ്പോസിഷൻ ബട്ട് ഓൾസോ ഇൻ ഫിസിക്കൽ സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് സെയിം കെമിക്കൽ കോമ്പോസിഷനും സെയിം ഫിസിക്കൽ സ്റ്റേറ്റും ഉള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഫേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സച്ച് ആസ് ഡെൻസിറ്റി, കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മാഗ്നറ്റൈസേഷൻ എക്സെട്ര. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ദാറ്റ് മീൻസ് ഡെൻസിറ്റി, കണ്ടക്ടിവിറ്റി അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ്, സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ആ സിസ്റ്റത്തിന് എൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം കെമിക്കൽ കോമ്പോസിഷനും ആണെങ്കിൽ അതൊരു പർട്ടിക്കുലർ ഫേസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയാം. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഫേസ്? എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രണ്ട് ടേംസാണ് സ്റ്റേറ്റും ഫേസും. രണ്ടും സെയിം ആണോ? ഫേസും സ്റ്റേറ്റും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത്? ഫോർ എക്സാമ്പിൾ, ഒരു കണ്ടെയ്നറാണ്, ഒരു ഗ്ലാസ് ജാറ്. അതിൽ നമുക്ക് നോക്കുവാണെങ്കിൽ എത്ര ഫേസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ദാറ്റ് മീൻസ് ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫേസിലാണ്, അത് ഈ കണ്ടെയ്നർ തന്നെയാണ്. ഇപ്പം നമ്മൾ മൊത്തത്തിലാണ് ഈ സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യുന്നത് വിചാരിക്കുക. ഇപ്പോൾ ഗ്ലാസ് എന്ന് പറയുന്ന ഇതിൻ്റെ ബൗണ്ടറി ഒരു പർട്ടിക്കുലർ ഫേസിലാണ്. ദാറ്റ് മീൻസ് ഗ്ലാസ്സിന് അതിൻ്റേതായ യുണീക്കായിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷനും അതുപോലെ തന്നെ അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സ്റ്റേറ്റുമാണുള്ളത്. അപ്പോൾ ഈ ബൗണ്ടറിയിൽ സെയിം ഫോമിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഓർ സെയിം കെമിക്കൽ കോമ്പോസിഷനാണ് അതിനുള്ളത്. സോ നമുക്ക് പറയാം ഗ്ലാസ് ഒരു ഫേസിലാണ്, ഫേസ് 1. ദെൻ ഈ കണ്ടെയ്നറിൻ്റെ ഇൻസൈഡ് എന്തൊക്കെയുണ്ട്? ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് സിങ്ക് പാർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൽ വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ സിങ്ക് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫേസിലാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചറുണ്ട്, കെമിക്കൽ കോമ്പോസിഷനുണ്ട്. സോ സിങ്ക് ഒരു ഫേസാണ്. ഇപ്പം ഇവിടെ ഒരു ഫേസ്, ഇവിടെ നമ്മൾ ഗ്ലാസിൻ്റെ കേസിൽ സിങ്ക് സെക്കൻഡ് ഫേസ്. ഇനി ഇവിടെ H2O വാട്ടർ ഒരു പർട്ടിക്കുലർ ഫേസിലാണ്. അപ്പം ഇതുമാണ് മൂന്നാമത്തെ ഫേസ്. ദെൻ ഇവിടെ എയർ ഉണ്ടല്ലോ, ദാറ്റ് മീൻസ് ഇവിടുത്തെ ഫോർത്ത് ഫേസാണ് എയർ. അപ്പോൾ ഇവിടെ 4 ഫേസസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തിൽ. ദെൻ ഇതിൽ എത്ര സ്റ്റേറ്റ്സ് പ്രസൻ്റ് ആണെന്ന് നോക്കാം. എയർ എന്ന് പറയണത് വേപ്പർ ഫേസിലാണ്. നമുക്കറിയാം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലായിട്ട് പറയുന്നത് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അപ്പോൾ എയർ ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. സോ ഇത് ഒരു സ്റ്റേറ്റ് ആണ്. ദെൻ വാട്ട് അബൌട്ട് ഗ്ലാസ് ആൻഡ് സിങ്ക്? ഇപ്പോൾ ഗ്ലാസും സിങ്കും സെയിം സ്റ്റേറ്റിലാണ്, കാരണം അത് രണ്ടും സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ 4 ഫേസസ് ഉണ്ടായിരുന്നു, ബട്ട് ഇവിടെ 3 സ്റ്റേറ്റ്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സ്റ്റേറ്റും ഫേസും തമ്മിലുള്ള ഡിഫറൻസ്. അനദർ എക്സാമ്പിൾ, ഈ ഒരു കണ്ടെയ്നറിൽ ഐസ് ക്യൂബ്സ് ഉണ്ട്, ദെൻ വാട്ടറും അവിടെ പ്രസൻ്റ് ആണ്. ഇതൊരു ഗ്ലാസ് ജാറാണ്, ഇവിടെ എയറിൻ്റെ പ്രസൻസും ഉണ്ട്. സോ ഇവിടെ എത്ര ഫേസസ് ഉണ്ട്? എയർ ഒരു ഫേസാണ്, ഐസ് ക്യൂബ് വേറൊരു ഫേസാണ്, വാട്ടർ ഒരു ഫേസാണ്, ഗ്ലാസ് ജാറ് മറ്റൊരു ഫേസാണ്. സോ ഇവിടെ 4 ഫേസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ എത്ര സ്റ്റേറ്റ് ഉണ്ട്? എയർ വേപ്പർ സ്റ്റേറ്റിലാണ്, ദെൻ ഐസ് സോളിഡ് സ്റ്റേറ്റിലാണ്, ഗ്ലാസ് ജാറും സോളിഡ് സ്റ്റേറ്റിലാണ്, ദെൻ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ 3 സ്റ്റേറ്റാണ് ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് സ്റ്റേറ്റും ഫേസും എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ എക്സാമ്പിളാണ്. ദെൻ ഈ ട്രാൻസിഷൻസ്, വൺ ഫേസ് ടു അനദർ ഫേസ് അതിലേക്കുള്ള ട്രാൻസിഷനെയാണ് നമ്മൾ ഫേസ് ട്രാൻസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു ലിക്വിഡ് ഫേസിൽ ആയിരുന്നു, ലിക്വിഡ് സ്റ്റേറ്റ് എന്നും പറയാം, ലിക്വിഡ് ഫേസ് എന്നും പറയാം, ആയിട്ടുള്ള ഒരു സിസ്റ്റം സോളിഡായി മാറുന്നു, അതൊരു ഫേസ് ട്രാൻസിഷനാണ്. ഓർ ഒരു പർട്ടിക്കുലർ കോമ്പോസിഷൻ, കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടി ഉള്ള ഒരു സോളിഡ് സബ്സ്റ്റൻസ് അനദർ ഫിസിക്കൽ പ്രോപ്പർട്ടി ആൻഡ് കെമിക്കൽ കോമ്പോസിഷനുള്ള സോളിഡ് സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നു. അതും എന്താണ്? ഒരു ഫേസ് ചേഞ്ചാണ്. സോ
The transitions between one phase to another is known as phase transitions. Then, what are the signs of phase transition? A phase change or phase transition നടന്നിട്ടുണ്ടോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? അപ്പോൾ രണ്ട് തരത്തിലാണ് നമുക്ക് ഫേസ് ചേഞ്ച് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റ് വൺ, ഡ്യൂറിങ് ദ ഫേസ് ട്രാൻസിഷൻസ് ദെയർ മേ ഒക്യുർ ആൻ അബ്രപ്റ്റ് ചേഞ്ച് ഇൻ വൺ ഓർ മോർ പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം. നമുക്ക് നോക്കുമ്പോൾ തന്നെ പ്രകടമായിട്ട് അതിൻ്റെ പ്രോപ്പർട്ടിക്ക് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഫേസ് ട്രാൻസിഷൻ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, സോളിഡ് ടു ലിക്വിഡ് ട്രാൻസിഷൻ. സോളിഡിൻ്റെ പ്രോപ്പർട്ടി അല്ല ലിക്വിഡ് കാണിക്കുന്നത്, അവിടുത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് തന്നെ ചേഞ്ച് വന്നിട്ടുണ്ട്. സോ നമുക്ക് സോളിഡിൻ്റെ കേസിൽ റിജിഡ് മെറ്റീരിയൽസ് ആണ്, ലിക്വിഡ്സ് ഫ്ലോ ചെയ്യും. ദാറ്റ് മീൻസ് ആ കേസിൽ എന്താണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന്. അത് ഫേസ് ട്രാൻസിഷന് ഒരു എക്സാമ്പിളാണ്. ഓർ നെക്സ്റ്റ് എക്സാമ്പിൾ പറയുന്നത്, ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഗോസ് ഫ്രം 0 ടു എ ഫൈനൈറ്റ് വാല്യൂ ഇൻ എ സൂപ്പർ കണ്ടക്റ്റിംഗ് ടു നോർമൽ ഫേസ് ട്രാൻസിഷൻ. അപ്പോൾ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ടു നോർമൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് ട്രാൻസിഷനാണ്. ദാറ്റ് മീൻസ് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിൽ നമുക്കറിയാം 0 റെസിസ്റ്റിവിറ്റിയാണ്, നോർമൽ സ്റ്റേറ്റിൽ ഒരു ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഉണ്ടായി. ദെൻ ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഗോസ് ഫ്രം 0 ടു എ ഫൈനൈറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി, സൂപ്പർ കണ്ടക്റ്റിംഗ് ആയിരുന്ന ഒരു മെറ്റീരിയൽ നോർമൽ കണ്ടക്ടറായിട്ട് മാറുന്ന ഒരു പ്രോസസ്സ്. ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫേസ് ട്രാൻസിഷനാണ്. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് അവിടുത്തെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിൽ പ്രകടമായിട്ടുള്ള വേരിയേഷൻ വരുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അവിടെ ഒരു ഫേസ് ട്രാൻസിഷൻ നടന്നിട്ടുണ്ടെന്ന്. സോ സെക്കൻഡ് എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണ്? സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ടു നോർമൽ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ട്രാൻസിഷൻ ആണ്. ദെൻ in a ferromagnetic phase transition, the magnetic properties of a system changes abruptly from those of a ferromagnetic to paramagnetic state. അതായത് ഫെറോ ടു പാര ട്രാൻസിഷൻ ഓർ പാര ടു ഫെറോ ട്രാൻസിഷനും എന്താണ്? ഒരു ഫേസ് ട്രാൻസിഷനാണ്. ദാറ്റ് മീൻസ് അവിടെ നമ്മുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിന് വേരിയേഷൻ വരുന്നുണ്ട്. സോ ഈ 3 എക്സാമ്പിൾസാണ് നമ്മൾ ഫസ്റ്റ് കേസായിട്ട് പറയണത്. ആദ്യം പറഞ്ഞത് എന്താണ്? സോളിഡ് ടു ലിക്വിഡ് ട്രാൻസിഷൻ. സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നു, ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ചേഞ്ച് വരുന്നുണ്ട്. സോ ഫേസ് ട്രാൻസിഷൻ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ അടുത്തത് പറഞ്ഞത് 0 റെസിസ്റ്റിവിറ്റി ഓർ സൂപ്പർ കണ്ടക്ടർ ടു നോർമൽ കണ്ടക്ടർ ട്രാൻസിഷൻ. അതായത് അവിടെ കണ്ടക്ടിവിറ്റി ഓർ റെസിസ്റ്റിവിറ്റിക്ക് വേരിയേഷൻ വരുന്നുണ്ട്. ദെൻ അടുത്തത് ഫെറോ ടു പാര ട്രാൻസിഷൻ. അവിടെ എന്താണ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടീസാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ രീതിയിൽ ഓർ ഫസ്റ്റ് കേസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന 3 എക്സാമ്പിൾസ്. Then the next one, another sign of phase transition is the appearance of 2 phases coexisting side by side. For example, water in a sealed container can exist in a liquid phase in equilibrium with its vapor phase as shown in figure. ഒരു സീൽഡ് കണ്ടെയ്നറാണ്, അതിൽ ലിക്വിഡ് ഫേസും അതുപോലെ തന്നെ ഗേഷ്യസ് ഫേസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദർ ഇസ് എ തിൻ ഫേസ് ബൗണ്ടറി സെപ്പറേറ്റിംഗ് ദ 2 phases. അപ്പോൾ ഇതാണ് ഫേസ് ബൗണ്ടറി ലൈൻ. ദെൻ ദ വാട്ടർ ഫോംസ് എ യൂണിഫോം ഫേസ് ബിലോ ദിസ് ബൗണ്ടറി and the gas form a uniform phase above the boundary. Then if the temperature is raised sufficiently, the water boils and the container is filled with the vapor only. When the vapor phase is cooled sufficiently, liquid forms and is separated out at the bottom of the vessel. We can say that there is a phase transition or phase change. That means phase separation is another sign of phase transition. നോക്കുക, ഇതൊരു സീൽഡ് കണ്ടെയ്നറാണ്. ഇവിടെ 2 ഫേസ് കോഎക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കോഎക്സിസ്റ്റ് മീൻസ് ഒരു ബൗണ്ടറിയുടെ ഒരു സൈഡിലും മറ്റേ സൈഡിലുമായിട്ട് 2 ഫേസാണുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ള ലിക്വിഡ് ഫേസിന് ഒരു പർട്ടിക്കുലർ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ കോമ്പോസിഷനാണ്, ഗേഷ്യസ് ഫേസിനും ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കോമ്പോസിഷനാണ്. അത് തമ്മിൽ ഒരു ബൗണ്ടറി മാത്രമേ സെപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ 2 ഫേസ് കോഎക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു സെയിം കണ്ടെയ്നറിനാണ് എങ്കിലും ഇത് ബോയിൽ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ലിക്വിഡ് കംപ്ലീറ്റ് ആയിട്ട് ഗേഷ്യസ് ഫേസിലേക്ക് മാറും. ദെൻ എഗെയിൻ
അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഫേസ് ചേഞ്ച് ആണ് വന്നത്. അതായത് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറി, ഇവിടെ ഗ്യാസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഫേസ് ട്രാൻസിഷൻ നടന്നു. ദെൻ ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. ഈ സിസ്റ്റത്തിൽ നമ്മൾ കൂൾ ചെയ്താൽ എന്ത് സംഭവിക്കും? വി ക്യാൻ കളക്ട് ദ ലിക്വിഡ് ഫ്രം ദ ബോട്ടം ഓഫ് ദിസ് വെസൽ. ദാറ്റ് മീൻസ് ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് അത് വീണ്ടും ഫേസ് ട്രാൻസിഷൻ നടന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ സോ ഇവിടെ ഫേസ് ചേഞ്ച് ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ഫേസ് ചേഞ്ച് ഈസ് ഓൾസോ എ സൈൻ ഓഫ് ഫേസ് ട്രാൻസിഷൻ. ദെൻ ഇപ്പോൾ നമ്മൾ ഫേസ് എന്താണെന്ന് കണ്ടു, ഫേസ് ട്രാൻസിഷൻ എന്താണെന്ന് കണ്ടു. Again, what is meant by thermodynamic potential? For example, if a system exists in liquid phase, ഒരു ലിക്വിഡ് ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ലിക്വിഡ് ഫേസ് ആണ് അതിൻ്റെ ഇക്വിലിബ്രിയം ഫേസ് ഓർ അതിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫേസ് എന്ന് പറയാം. മോസ്റ്റ് സ്റ്റേബിൾ ഫേസ് ഓഫ് മാറ്റർ ഈസ് ദ വൺ വിത്ത് ദ ലോവസ്റ്റ് തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ. അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും മിനിമം ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും ഒരു സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് മാത്രമായിരിക്കും അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി മിനിമം അല്ലാത്തൊരു സ്റ്റേറ്റിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അതൊരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലാണ്, അത് സ്റ്റേബിൾ ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. സോ ഒരു സിസ്റ്റം അതിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഓർ സ്റ്റേബിൾ സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിലായിരിക്കും അതിന് മിനിമം തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ ഉള്ളത്. ദെൻ ഫേസസ് which have a higher thermodynamic potential are unstable and decay into the stable phase. Let us consider a collection of Na identical particles placed in a constant heat bath having temperature Tr and with constant pressure Pr. The equilibrium state of such a system can be found by minimizing the appropriate thermodynamic potential. അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് എ സ്റ്റേറ്റ് ഓർ എ സിസ്റ്റം എ എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അതിൽ ടോട്ടൽ എ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻ്റ് ആണ്. സിസ്റ്റത്തിൻ്റെ പേര് എ ആയതുകൊണ്ട് നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് എന്ന് കൊടുത്തു. ദെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ കോൺസ്റ്റൻറ്റ് ഹീറ്റ് ബാത്ത് ഓർ റിസർവയർ. റിസർവയർ ഹാവ് ഇൻഫൈനൈറ്റ് കപ്പാസിറ്റി ഓർ ഇപ്പോൾ നമ്മൾ പാർട്ടിക്കിൾ എക്സ്ചേഞ്ചോ ഹീറ്റ് എക്സ്ചേഞ്ചോ ഒക്കെ നടത്തുവാണെങ്കിൽ ഈ റിസർവയറിന് ഇൻഫൈനൈറ്റ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് എക്സ്ചേഞ്ച് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് റിസർവയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിസർവയറിലാണ് നമ്മൾ നമ്മുടെ സിസ്റ്റം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ എന്നതിലേക്ക് വരാം. അപ്പോൾ ഈ എ എന്ന് പറയുന്ന സിസ്റ്റം അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്റ്റേറ്റിലാണ് അതിൻ്റെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ മിനിമം ആയിട്ടുള്ളത്. നമ്മൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കുമ്പോഴേ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ മിനിമം ആയിരിക്കുന്ന കണ്ടീഷനാണ് ഈ സിസ്റ്റത്തിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് ഓർ മിനിമം എനർജി സ്റ്റേറ്റ്. ഇനി ഇതിനെ സ്റ്റേബിളാക്കി നിർത്താനായിട്ട് നമ്മൾ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഏതിൻ്റെ ഫങ്ഷൻ, ഏത് തെർമോഡൈനാമിക് പാരാമീറ്ററിൻ്റെ ഫങ്ഷനായിട്ടാണോ വരുന്നത് ആ ടേമിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗിബ്സ് ഫ്രീ എനർജി. ഈ സിസ്റ്റത്തിന് ഗിബ്സ് ഫ്രീ എനർജി നമ്മൾ കൺസിഡർ ചെയ്താൽ ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ, പ്രഷർ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, എനർജി ആൻഡ് വോളിയം. സോ ഇവിടെ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? വോളിയം അതുപോലെ തന്നെ എനർജിയാണ്, ഇൻറ്റേർണൽ എനർജിയുമാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഈ സെമിക്കോളം കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന രണ്ട് ടേമുകളാണ് നമുക്ക് വേരിയബിൾ ആയിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് വോളിയമോ എനർജിയോ ചേഞ്ച് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്ന ഇവിടുത്തെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യലിനെ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. മിനിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ജിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു വി എയും യു എയും സീറോയാക്കി നിർത്തിയാൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ സിസ്റ്റത്തിനെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓർ അതിൻ്റെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യലായ ഗിബ്സ് ഫ്രീ എനർജി മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് ഗിബ്സ് ഫ്രീ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് എന്നാണ് ഇക്വേഷൻ. എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു എ പ്ലസ് പി ആർ വി എ മൈനസ് ടി ആർ എസ് എ, ഇക്വേഷൻ നമ്പർ 1. അത് മിനിമം ആയിരിക്കണം, എങ്കിലാണ് നമ്മുടെ സിസ്റ്റം ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ദ കണ്ടീഷൻ ഫോർ ദിസ് ഈസ് ടു ബി minimum is that the partial derivative with respect to UA and VA are 0.
അപ്പം വിത്ത് റെസ്പെക്ട് ടു യു എയും വിത്ത് റെസ്പെക്ട് ടു വി എയും ജിയുടെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഡോ ജി ബൈ ഡോ യു എ ഇസ് ഈക്വൽ ടു ഇവിടെ യു ആയതുകൊണ്ട് 1 മൈനസ് ടി ആർ ഇൻറ്റു ഡോ എസ് എ ഡിവൈഡഡ് ബൈ ഡോ യു എ. ഈ ടൈമിൽ യു ഇല്ല, 0 വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് ഡോ എസ് ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ എന്താണ് 1/t ആണ്. സോ 1 മൈനസ് ടി ആർ ഡിവൈഡഡ് ബൈ ഇത് എയുടെ കേസാണ് പറഞ്ഞിരിക്കുന്നത്, സിസ്റ്റത്തിൻ്റെ കേസാണ്. സോ ഇവിടെ നമുക്ക് ടി എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ് ഈ സിസ്റ്റത്തിൻ്റെ ഗിബ്സ് ഫ്രീ എനർജി മിനിമം ആയിരിക്കുന്നത് ഒരു കേസ്, അതായത് നമ്മൾ യുവിനെ വേരി ചെയ്യിക്കുന്ന കേസിൽ. ദാറ്റ് ഈസ് ഇത് 0 ആവണമെങ്കിൽ ടി ആർ ഇസ് ഈക്വൽ ടു ടി എ ആവണമല്ലോ. സോ ദാറ്റ് ദ സിസ്റ്റം ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം അറ്റ് ടി ആർ ഈക്വൽ ടു ടി എ. അപ്പോൾ തെർമൽ ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷനിലായിട്ടുള്ള സിസ്റ്റമാണ്. ദാറ്റ് മീൻസ് അവിടുത്തെ ഗിബ്സ് ഫ്രീ എനർജി നമ്മൾ മിനിമൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത കേസ് ഡോ ജി ബൈ ഡോ വി എ. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പി ആർ മൈനസ് ടി ആർ ഇൻറ്റു ഡോ എസ് എ ബൈ ഡോ വി എ ദാറ്റ്സ് ഈക്വൽ ടു പി ആർ മൈനസ് ടി ആർ ഇൻറ്റു ഡോ എസ് എ ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ എന്താ പി എ ബൈ ടി എ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷനിലാണ് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഫംഗ്ഷനാണ് എടുത്തിരിക്കുന്നത്, ഇവിടുത്തെ ഗിബ്സ് ഫ്രീ എനർജീനെയാണ്. ബിക്കോസ് ഗിബ്സ് ഫ്രീ എനർജിയുടെ ഫങ്ഷൻസായ യുവും വിയും ആണ് നമ്മൾ വേരി ചെയ്യിക്കുന്നത്, ഓർ അതിൻ്റെ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ 0യോട് ഇവിടെ ഇക്വേറ്റ് ചെയ്യുന്നത്. അനദർ എക്സാമ്പിൾ ഈസ് ഇൻ ദ കേസ് ഓഫ് എ ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ. നമുക്കറിയാം 3 തരത്തിലാണ് മെയിനായിട്ട് എൻസെമ്പിൾസ് ഉള്ളത്. ദാറ്റ് മീൻസ് മൈക്രോ കാനോണിക്കൽ എൻസെമ്പിൾ, കാനോണിക്കൽ എൻസെമ്പിൾ ആൻഡ് ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ. Micro canonical ensemble means each systems having same energy, volume and number of particles. Canonical case systems having same temperature, volume and number of particles. And grand canonical case same temperature, volume and കെമിക്കൽ പൊട്ടൻഷ്യലാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും കോൺസ്റ്റൻറ്റ് വോളിയം കോൺസ്റ്റൻറ്റ് കെമിക്കൽ പൊട്ടൻഷ്യലുമാണ്. സോ ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിൽ വേരിയിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈ എൻ ആണ്. സോ വിച്ച് ഈസ് എ ഫങ്ഷൻ ഓഫ് ദ ഗ്രാൻഡ് പൊട്ടൻഷ്യൽ 5G. ഗ്രാൻഡ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ടാണ് ജി സഫിക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിൽ തെർമോഡൈനാമിക് പൊട്ടൻഷ്യലായിട്ട് നമ്മൾ എടുക്കുന്നത് ഗ്രാൻഡ് പൊട്ടൻഷ്യൽ 5G ആണ്. സോ ദ വേരിയിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എൻ, നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് 5 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഇൻ ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ ദ ടെമ്പറേച്ചർ ആൻഡ് കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ദ സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. അവിടെ ടെമ്പറേച്ചർ ഒന്നും നമുക്ക് വേരി ചെയ്യിക്കാൻ പറ്റില്ല, ആകെപ്പാടെ വേരി ചെയ്യിച്ചുകൊണ്ട് സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മിനിമൈസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, അതിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇഫ് എ സിസ്റ്റം ഈസ് മാഗ്നറ്റിക് then it is held at a constant external magnetic field, then the thermodynamic potential is the magnetic free energy. അപ്പോൾ ഈ സിസ്റ്റത്തെ ഇതൊരു മാഗ്നറ്റിക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വേരിയിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ മാഗ്നറ്റിക് ഫ്രീ എനർജിയാണ് ബൈ യൂസിങ് എയ്തർ എച്ച്, ടി, എൻ ഓർ എം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേരി ചെയ്യിക്കാം. ബട്ട് ഇവിടെ വേരി ചെയ്യിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി എന്താണ്, മാഗ്നറ്റൈസേഷൻ എം മാത്രമേ ഉള്ളൂ. സോ ഈ എമ്മിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുത്തെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യലായ മാഗ്നറ്റിക് ഫ്രീ എനർജി മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും, ഓർ സിസ്റ്റത്തിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ മാഗ്നറ്റൈസേഷനാണ്. സോ സെമിക്കോളൻ കഴിഞ്ഞ് എഴുതിയേക്കുന്നത് മാഗ്നറ്റൈസേഷനാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എം ക്യാൻ ചേഞ്ച്, സോ ദ സിസ്റ്റം ക്യാൻ മിനിമൈസ് ദ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ ആസ് എ ഫങ്ഷൻ ഓഫ് മാഗ്നറ്റൈസേഷൻ. സോ ദ മിനിമം വാല്യൂ ഓഫ് ദ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ ഈസ് ദ മാഗ്നറ്റിക് ഫ്രീ എനർജി എഫ് എച്ച് ഓഫ് എച്ച് ടി എൻ. ദെൻ ഈ കേസുകളിലെല്ലാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കേസുകളിലെല്ലാം വേരിയിങ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. സോ നമുക്ക് പറയാം അവിടെ ആ ക്വാണ്ടിറ്റിയെ വേരി ചെയ്തുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവിടുത്തെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യലിനെ മിനിമൈസ് ചെയ്യുന്നുവെന്ന്. ബട്ട് വേരിയിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഇല്ലാത്തൊരു കേസ് നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഒരു ക്വാണ്ടിറ്റിയെ മിനിമൈസ് ചെയ്തുകൊണ്ട് തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ
മിനിമം ആക്കി സിസ്റ്റത്തിനെ സ്റ്റേബിൾ ആക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുന്നതാണ് ഹെൽമോൾട്ട്സ് ഫ്രീ എനർജിയുടെ കേസിൽ. ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് വോളിയം, ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. സോ ഇവിടെ എല്ലാം കോൺസ്റ്റൻ്റ് ആണ്, ഒന്നും വേരി ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് നമ്മൾ അവിടെ ആ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ നമ്മളിങ്ങനെ എഴുതുന്നത് ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി എഫ് ആസ് എ ഫംഗ്ഷൻ ഓഫ് വി, ടി ആൻഡ് എൻ, എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്കൊക്കെ കടക്കേണ്ടി വരും. സോ ഇതൊരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പാരാമീറ്ററിനെ, ഒരു ക്വാണ്ടിറ്റീനെ വേരി ചെയ്തുകൊണ്ട് സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യലിനെ കംപ്ലീറ്റ് ആയിട്ട് മിനിമൈസ് ചെയ്യാൻ പറ്റാത്ത കേസ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഫേസ് ട്രാൻസിഷൻ, ദെൻ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.